ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനിന്റെ വലിയ സന്ദേശങ്ങൾ ഈ ഭൂമി ലോകത്ത് പ്രചരിപ്പിച്ചു. അതിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എങ്ങനെ സ്നേഹിക്കണമെന്നും അനുസരിക്കണമെന്നും പടച്ച തമ്പുരാനെ എത്രത്തോളമാണ് നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ടത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും വളരെ വ്യക്തമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ കടന്നു പോകുമ്പോൾ നാം ചെയ്യുന്ന ഓരോത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന പ്രതിഫലത്തെ കുറിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ നിന്ന് നന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വെച്ചിട്ട് ദുനിയാവിലുള്ളതിൽ ചെയ്തതിന്റെ എല്ലാവിധ പ്രതിഫലവും അല്ലാഹു തആല കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, കൂടുതലായിട്ട് ഇനി നമ്മൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്കറിയാം. ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ തന്നെ നാളെ പരലോകത്ത് വെച്ചിട്ട് എനിക്കതിനുള്ള പ്രതിഫലം ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ നമ്മൾ ഒരുപാട് നന്മകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പരലോകത്തെ കുറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിക്കുന്നത് കാണാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ ഇങ്ങനെ വെക്കുകയാണ്. ശേഷം അതാ അല്ലാഹുവേ പടച്ചവനെ അവിടുന്ന് വിളിച്ചു പറയുകയാ, മനുഷ്യവർഗമേ, ജിന്നുവർഗമേ, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് മുതൽ ഈ ദിവസം വരെ നിങ്ങളുടെ ഓരോ സംസാരങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഓരോ അമലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളെ ഞാൻ വല്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്കിതാ എന്നെ ശ്രദ്ധിക്കുന്ന ദിവസമാണ്. ഇത്രയും കാലം ഞാൻ നിങ്ങളെ വല്ലാതെ ശ്രദ്ധിക്കുകയായിരുന്നു. നിങ്ങൾ ആരോടൊക്കെയാണ് സംസാരിക്കുന്നത്, നിങ്ങൾ ആരോടൊക്കെയാണ് നിങ്ങൾ പ്രവർത്തനം നടത്തുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നോക്കുകയായിരുന്നെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നതാ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടുന്ന് പറയുകയാണ്. തീർന്നില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അവിടുന്ന് പറയുന്നത്, ഇതുവരെ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്നത്തെ ഈ ദിവസമുണ്ടല്ലോ, ഇന്നത്തെ ഈ ദിവസമുണ്ടല്ലോ, ഈ പരിശുദ്ധമായ പരലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കും. ഇതുവരെ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചെങ്കിൽ ഇന്ന് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി നിൽക്കേണ്ട സമയമാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി നിൽക്കേണ്ട സമയമാണെന്ന് അതാവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളോട് പഠിപ്പിക്കുകയാണ്. അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ദുനിയാവിന്റെ തൊലിക്കുമകളിൽ ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു, ഞാനിതാ ജിന്ന വർഗങ്ങളെ സൃഷ്ടിച്ചു. ഇതെല്ലാം ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിക്കുമ്പോ ദുനിയാവിന്റെ തൊലിക്കുമകളിലൂടെ കടന്നു പോകുമ്പോ പടച്ചവൻ അറിയാതെ നടന്നവരെ, അല്ലാഹനെ കളിയാക്കി നടന്നവരെ, ഇവിടെ വെച്ചിട്ട് പടച്ചവനെ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ മാത്രം ജീവിച്ചവരെ നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണിത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് മുൻകൂട്ടി പറയുകയാണ്. നാളെ പരലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഇതുവരെ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചു, ഇന്ന് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്.
എന്നതാ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. എന്നിട്ടതാ തന്റെ ഏടുകളെല്ലാം എടുത്തു വെക്കുകയാണ്. തന്റെ ഏടുകൾ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ ചെയ്തിട്ടുള്ള നന്മകള്, പടച്ചവനെ അവിടുന്ന് ചെയ്തിട്ടുള്ള തിന്മകള് എല്ലാം ചെയ്തിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഏടുകളുണ്ടല്ലോ. അല്ലാഹുവേ പടച്ചവനെ അവിടുന്ന് പടച്ചു തമ്പുരാനതായി എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ടതാ പറയുന്ന നിങ്ങളുടെ മേൽ അമലുകൾ വായിക്കപ്പെടുകയാണ്. നിങ്ങളുടെ പേരിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ അമലുകൾ ഇവിടെ നിന്ന് വായിക്കുമല്ലോ. ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമ്മൾ കണ്ടത്, നമ്മൾ കേട്ടത് പടച്ചുറപ്പേ ആരും അറിയാതെ രഹസ്യമായിട്ട് എത്രയോ കൂരിരുട്ടിന്റെ ഉള്ളറയിൽ പോയിട്ട് പോലും പടച്ചവനെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ പറഞ്ഞു കൂട്ടിയത്, നമ്മൾ ചെയ്തു വെച്ചത് എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല വായിക്കുകയാണ്. പടച്ചവനെ ആരും കണ്ടില്ലല്ലോ, ആരും ഞാൻ ചെയ്തത് കേട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞത് ആരും കേട്ടില്ലല്ലോ, ഞാൻ ചെയ്തതാരും കണ്ടില്ലല്ലോ എന്ന് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ സന്തോഷത്തോടെ നമ്മൾ പടച്ചവനെ തെറ്റുകളുമായിട്ട് കടന്നു പോവുകയാണ്. ഈ തെറ്റുകളാരും കാണുന്നില്ല. തന്റെ റൂമിന്റെ ഉള്ളറയിൽ വാതിലടച്ചുകൊണ്ട് തെറ്റ് ചെയ്താ തന്റെ ഭാര്യ കാണില്ല, തന്റെ ഉമ്മ കാണില്ല, തന്റെ വാപ്പ കാണില്ല, തന്റെ ഭർത്താവ് അറിയില്ല, തന്റെ മക്കൾ അറിയില്ല, തന്റെ ബന്ധപ്പെട്ടവരാരും തന്നെ അറിയുന്നില്ലല്ലോ എന്ന് പടച്ചവനെ നമ്മളെല്ലാവരും വിചാരിക്കുകയാണ്. നമ്മളെല്ലാവരും അവിടെ നിന്ന് ചിന്തിക്കുകയാണ്. എന്നിട്ടതാ തെറ്റിന്റെ കൂമ്പാരങ്ങളുമായിട്ട് നാളെ നമ്മൾ കടന്നു ചെല്ലുകയാ. ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ വെച്ചിട്ട് ഒരുപാട് തെറ്റുകൾ പറയുന്നു, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ, മോനെ ഇതെല്ലാം അറിയുന്നുണ്ടടാ, ഇതെല്ലാം അറിയുന്നുണ്ടടാ. പടച്ചവനെ ന്യൂ ഇയർ ദിവസം കടന്നു വന്നപ്പോ, ഡിസംബർ 31 രാത്രി കടന്നു വന്നപ്പോ, നിനക്ക് ഏതെങ്കിലും കല്യാണ ദിവസം കടന്നു വന്നപ്പോ, നിന്റെ ബർത്ത്ഡേയുടെ ദിവസം കടന്നു വന്നപ്പോ, നിന്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നീ മദ്യശാലയിൽ പോയിട്ട് മദ്യക്കുപ്പി വാങ്ങിച്ചു കൊടുത്തിട്ട് പടച്ചവനെ നീ കാടിന്റെ ഉള്ളറയിലേക്ക് കടന്നു പോയിട്ട് മദ്യപിച്ചതെന്തിനാ? നീ ഒറ്റക്ക് പോയിട്ട് പടച്ചവനെ റൂം എടുത്തിട്ട് മദ്യപിച്ചതെന്തിനാ? നീ ബാംഗ്ലൂരിലും എറണാകുളത്തും കോഴിക്കോടും പോയിട്ട് നീ മദ്യപിച്ചതെന്തിനാ? അല്ലാഹുവേ നിന്റെ ബന്ധപ്പെട്ടവരാരും കാണരുത്, നിന്റെ ഭാര്യ അറിയരുത്, നിന്റെ മക്കൾ അറിയരുത്, നിന്റെ കൂട്ടുകാരറിയരുത്, നിന്റെ കൂടെ പിറപ്പുകൾ ആരും തന്നെ അറിയരുത്, നിന്റെ ബന്ധപ്പെട്ടവരാരും തന്നെ അറിയരുത് എന്ന് കരുതിയിട്ടാണെങ്കിൽ പടച്ചവനെ നീ ആരും അറിഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അല്ല നമ്മുടെ കൂടെയുണ്ട് മോനെ, അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ. അതുകൊണ്ടാ പടച്ച തമ്പുരാൻ നമ്മോട് പഠിപ്പിച്ചത് നിന്റെ കണ്ട നാടിയേക്കാൾ പടച്ചു തമ്പുരാൻ അടുത്തവനെന്ന് പറയുമ്പോ നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയുണ്ടല്ലോ, നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ വാപ്പയും ഉമ്മയും ഉണ്ടല്ലോ, അവരെക്കാൾ നിന്നോട് അടുത്തിട്ടുണ്ട് പടച്ചു തമ്പുരാൻ. നീ പരിശുദ്ധമായ വാക്യം നമ്മെ പഠിപ്പിക്കുകയാ. എന്നാൽ എന്റെ ചെറുപ്പക്കാരാ, എന്റെ ഉമ്മ, നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ട് അയ്യബത്ത് പറഞ്ഞതില്ലേ, നമീമത്ത് പറഞ്ഞതില്ലേ, സ്വന്തം മരുമകൾ അവിടെ നിന്ന് വല്ലാതെ ദ്രോഹിച്ചതില്ലേ, എന്റെ പ്രിയപ്പെട്ട വാപ്പയെയും ഉമ്മയെയും ദ്രോഹിച്ചതില്ലേ, കൂട്ടുകാരെ ചതിച്ചതില്ലേ? നാളെ പടച്ചു തമ്പുരാന്റെ കോടതിയില് അല്ലാഹുവേ അവിടെ നിന്ന് പരസ്യമായിട്ടാടാ വായിക്കുന്നത്, അവിടെ നിന്ന് പരസ്യമായിട്ടാണ് വാപ്പ വായിക്കുന്നത്, അവിടെ നിന്ന് പരസ്യമായിട്ടാണ് ഉമ്മ വായിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഇത് കേൾക്കുകയാണ്. ആരും കാണില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്, ആരും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. എന്നാ കേട്ടല്ലോ, എല്ലാവർക്കും മുമ്പിൽ വെച്ചിട്ട് പടച്ചു തമ്പുരാൻ ഇത് വായിക്കുകയാണ്. മോനെ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ കടന്നു പോയ എല്ലാ ജീവജാലങ്ങളും അവിടെയുണ്ട്, എല്ലാവരും അവിടെയുണ്ട്. അങ്ങനെ യഥാർത്ഥന്റെ അമലുകൾ വായിക്കപ്പെടുകയാണ്. ആരെങ്കിലും നന്മകൾ എത്തിച്ചാൽ
അവൻ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. ആരെങ്കിലും മറ്റെന്തെങ്കിലും അവനക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവൻ പടച്ച റബ്ബേ സ്വന്തത്തെ തന്നെ അവിടുന്ന് കുറ്റം പറയട്ടെടാ. അവൻ സ്വന്തത്തെ തന്നെ അവിടുന്ന് കുറ്റം പറയട്ടെ. കാരണം ആരുടെ കാരണം കൊണ്ടല്ല നീ നരകത്തിന്റെ അവകാശിയായത്. നീ ഹറാം കണ്ടത് നിന്റെ കാരണം കൊണ്ടാ. നീ തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വമുള്ളത്. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, മോനെ നിന്റെ കൂട്ടുകാരെ നീ ശരിയാക്കിയിട്ടില്ലെങ്കിൽ അല്ലാഹുവേ പടച്ചവനെ നിനക്ക് അദാബുകൾ വരുമല്ലോ, നീ തെറ്റിലേക്ക് കടന്നു പോകുമല്ലോ, നിനക്ക് പ്രയാസങ്ങൾ വരുമല്ലോ എന്ന് പടച്ച തമ്പുരാനതാ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നീ കേൾക്കാതെ അനുസരിക്കാതെ മോശപ്പെട്ട കൂട്ടുകാരുമായിട്ട് നീ നടക്കുന്നതെങ്കിൽ എവിടുന്നാടാ നിനക്ക് വിജയം ലഭിക്കുന്നത്? എവിടുന്നാണ് നിനക്ക് നന്മ ലഭിക്കുന്നത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. മോനെ കൂട്ടുകെട്ട് നിനക്ക് നന്നാക്കാൻ കഴിയുമോ? മോനെ നിനക്ക് കൂട്ടുകെട്ട് നന്നാക്കാൻ കഴിയുമോ? നിന്റെ കൂട്ടുകാരൻ നിനക്ക് നല്ല കൂട്ടുകാരാക്കാൻ കഴിയുമോ? എന്നാ നീ വിജയിക്കുമെന്ന് പടച്ച തമ്പുരാന് വെറുതെ പറഞ്ഞതല്ല, റസൂലുള്ള നമ്മെ വെറുതെ പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് നീ നിന്റെ കൂട്ടുകാരെ നന്നാക്കാതെ, നന്മ ചിന്തിക്കാതെ, നന്മ കേൾക്കാതെ, പടച്ചവനെ എവിടൊക്കെയോ വാല് കെട്ടിയിട്ട് മൈക്ക് കെട്ടിയിട്ട് ഉസ്താദന്മാര് പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് നിന്റെ ജീവിതത്തെ നീ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? റസൂലുള്ള 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതല്ല. പടച്ച റബ്ബേ 10ഉം 15ഉം കൊല്ലത്തോളം 8ഉം 10ഉം കൊല്ലത്തോളം ഓരോ സ്ഥാപനങ്ങളിൽ പടച്ച റബ്ബിന്റെ കിതാബുകൾ ഓതി പഠിച്ചിട്ട്, അല്ലാഹുവേ മഹല്ലിയും പടച്ച റബ്ബേ ഫത്ഹുൽ മുഹീനും ഓതി പഠിച്ചിട്ട്, അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറുകൾ ഓതി പഠിപ്പിച്ചിട്ട്, അവിടെ ഓതി പഠിച്ചിട്ട്, ബുഖാരി മുസ്ലിം ഓതി പഠിച്ചിട്ട്, അല്ലാഹുവേ പടച്ച തമ്പുരാനെ ഇതെല്ലാം നിനക്ക് ഫിഖഹിന്റെ മസാലകളും ചരിത്രങ്ങളും ഹദീസുകളും എല്ലാം നിന്റെ മുമ്പിലേക്ക് ഉസ്താദന്മാര് പറഞ്ഞു തരുമ്പോ അതിനെയെല്ലാം കാറ്റിൽ പറത്തി വിട്ടില്ലേ? ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്, ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്, ഇവരൊക്കെ എന്താ പറയുന്നത്? ഇവരൊക്കെ പറയുന്നത് സത്യമാണോ? ഇവരൊക്കെ പറയുന്നത് സത്യമാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ദുനിയാവിലൂടെ കടന്നു പോയവരാണ് നമ്മള്. എന്നാ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലുമ്പോ പടച്ചവനെ അവിടെ വെച്ചിട്ടാ നമ്മൾ നരകം കാണുന്നത്, അല്ലാഹുവേ മഹ്ശറ കാണുന്നത്, സിറാത്ത് കാണുന്നത്. ഇതെല്ലാം കാണുമ്പോ നമ്മൾ നെഞ്ചത്ത് കൈ വെച്ചിട്ട് അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, ഇതെല്ലാം ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാ അല്ലാ, ഇതെല്ലാം ഞാൻ കേട്ടതാ അല്ലാ, ഇതൊന്നും ഞാൻ വിശ്വസിച്ചില്ല അല്ലാ, ഇതെല്ലാം നിസാരമാക്കി അല്ലാ. ഇതിന്റെ അദാബുകളെ കുറിച്ച് ഞാൻ ഒരുപാട് പറയുന്നത് കേട്ടിട്ടുണ്ടോ, ഒരുപാട് പറയുന്നത് കേട്ടിട്ടുണ്ടോ, പക്ഷേ ഞാനത് വിശ്വസിച്ചില്ല അല്ലാ എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ അവിടെ നിന്ന് വിലപിക്കുകയാണ്. അതാണല്ല പറയുന്നത്, അതാണല്ല പറയുന്നത്. നിങ്ങൾ ആരെയും കുറ്റം പറയണ്ട, നിങ്ങൾ ആരെയും കുറ്റം പറയണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞോ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തന്നെ അവിടെ നിന്ന് ശപിച്ചോളൂ എന്ന്, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ചോളൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടുന്ന് പറയുന്നു. ശേഷം അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പടച്ചവനെ നരകത്തിന്റെ ഉരുൾ മുറ്റി നീങ്ങുന്ന ഒരു ഭാഗത്തെ പടച്ച റബ്ബ് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അല്ലാഹുവേ എല്ലാവരും പേടിക്കുന്ന സമയമാണ് എന്റെ പ്രിയമുള്ളവരെ നരകത്തെ കൊണ്ടുവരുന്നത്. എന്തിനേറെ പറയണം എന്റെ പ്രിയമുള്ളവരെ, ആ നരകത്തെ കാക്കുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് പോലും അവിടെ നിന്ന് അത്ഭുതപ്പെടുകയാണ്.
ആ മലക്ക് പോലും അവിടുന്ന് അത്ഭുതപ്പെടുകയാണ്. പടച്ചുറപ്പേ, നരകത്തെ വലിച്ചു കൊണ്ടുവരാൻ പ്രയാസപ്പെടുകയാണ്. 70,000 ചെങ്ങലകളാണ്, 70,000 കുളത്തുകളാണ്, അതിലെല്ലാം ചെങ്ങലകളാണ്. ഓരോ കുളത്തിലും പടച്ചവനെ 70,000-ഓളം മലക്കുകൾ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് നരകത്തെ കൊണ്ടുവരുന്നത്. നരകം ഇങ്ങനെ കൊണ്ടുവരുമ്പോ അട്ടഹസിക്കുന്നുണ്ട്. നരകം ഇങ്ങനെ വല്ലാതെ പടച്ചവനെ അവിടുന്ന് തുളുമ്പുകയാണ്. അവിടുന്ന് അല്ലാഹ് അട്ടഹസിച്ചുകൊണ്ടാണ് നരകത്തെ അവിടുന്ന് കെട്ടിവലിച്ചിട്ട് കൊണ്ടുവരുന്നത്. എന്തൊരു വേദനയെന്നറിയോ? ഉമ്മ കേൾക്കുമ്പോ തന്നെ പേടിയാകുന്നുണ്ട്. പിന്നെ കാണുന്ന നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക്. പിന്നെ അത് അനുഭവിക്കുന്ന നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക്. അല്ലാഹുവേ, ദുനിയാവിന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ? ദുനിയാവിന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രി കിടക്കുമ്പോഴെല്ലാം വല്ലാത്ത തണുപ്പാണല്ലോ, രാവിലെ എണീക്കുമ്പോ എല്ലാം തണുപ്പാണല്ലോ. എന്നാ മോനെ, കുറച്ച് സമയം നീ പുറത്തുനിന്ന് ഉച്ച സമയത്ത് ഈ സമയത്ത് ഇറങ്ങി നിന്ന് നോക്ക്. നിനക്ക് ചൂടിന്റെ കാഠിന്യം നിനക്ക് മനസ്സിലാകുമല്ലോ. നിനക്ക് ചൂടിന്റെ കാഠിന്യം നിനക്ക് മനസ്സിലാകുമല്ലോ. അല്ലാഹുവേ, പടച്ചുറപ്പേ, എന്നാ നരകത്തിന്റെ തീന്റെ ചൂട് നീ അറിഞ്ഞിട്ടുണ്ടോ? നിന്റെ വീടിനകത്ത് നിന്റെ അടുക്കളയിൽ പോയിട്ട് പടച്ചറബേ, ഉമ്മമാര് പാകം ചെയ്യുന്നവരാണല്ലോ. തീന്റെ ചൂടിനെ കുറിച്ചിട്ട് ആണുങ്ങളെക്കാളും പുരുഷന്മാരെക്കാളും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. വാപ്പാ, നിന്റെ അടുക്കളയിലെ തീനെ കുറിച്ചിട്ട് നീ ഒന്ന് പഠിക്ക. നീ നിന്റെ ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്ക്. പടച്ചറബേ, രാവിലെ സമയത്ത് അവൾ അടുക്കളയിൽ നിന്നിട്ട് ഭക്ഷണം ഇങ്ങനെ പാകം ചെയ്യുമ്പോ അവിടെ ശരീരത്തിൽ അവിടെ കയ്യിന്റെ ഭാഗത്തൊന്ന് പിടിച്ചു നോക്ക്. നിനക്ക് ചൂടിങ്ങനെ അനുഭവപ്പെടും മോനെ, നിനക്ക് ചൂടിങ്ങനെ അനുഭവപ്പെടും മോനെ. കുറച്ച് സമയം നീ ആ വീടിന്റെ നിന്റെ അടുക്കളയുടെ ഭാഗത്തൊന്ന് കയറി നിന്ന് നോക്ക്. നിനക്കതിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ആകെ അതിനേക്കാളും ഇരട്ടിയാണ്, ഇരട്ടിയാണ്, ഇരട്ടിയാണ് നരകത്തിന്റെ ചൂട്. ആ നരകത്തെ ഇങ്ങനെ കെട്ടിവലിച്ചിട്ട് കൊണ്ടുവരുമ്പോ അതിന്റെ ഒരു ഭാഗം ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോ ഒരാൾ വിളിച്ചു പറയുവാണ്, ജനങ്ങളെ, ആ നരകത്തിന്റെ ഒരു അംശം ഇങ്ങനെ കാണിച്ചിട്ട് അതാവിടെന്ന് പറയുന്നു, ജനങ്ങളെ, നിങ്ങൾക്കിതാ നരകത്തെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളോട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ വെച്ചിട്ട് പറഞ്ഞല്ലോ, നിങ്ങൾ നന്മ ചെയ്തോ, നിങ്ങൾ എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്നോ, നീ ഒരുപാട് സ്വതക്ക കൊടുക്ക, മറ്റുള്ളവരെ നീ വേദനിപ്പിക്കല്ലേ, ഒരാളെയും നീ ഈബത്ത് പറയരുത്, ഒരാളെയും നീ നമീമത്ത് പറയരുത്. ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ആഗ്രഹങ്ങൾ വെടിഞ്ഞുകൊണ്ട് ജീവിക്ക. മറ്റുള്ളവന്റെ സ്വത്ത് നീ അപകരിക്കല്ല. അവകാശികൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുമോനെ. പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് നീന്റെ കൈയെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളോ അത് നീ എടുത്ത് വെച്ചു കൊടുക്കടോ. എന്നിതാ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലിന്റെ ശേഷം സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, താബിഈകൾ പഠിപ്പിച്ചിട്ടുണ്ട്, താബിഈകൾ പഠിപ്പിച്ചിട്ടുണ്ട്, പടച്ചറബേ ആലിമീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിന്റെ നാട്ടിലെ പള്ളിയിലെ ഖതീബ് നിന്നോട് ഓരോ ആഴ്ചകളിലും മാസങ്ങളിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. ആകവേ പള്ളി മിനാരങ്ങളിൽ ഭാഗ്യ വിളിച്ചിട്ട് വെള്ളിയാഴ്ച ദിവസം നീ കടന്നു പോകുമ്പോ സദാസമയത്തും നീ പടച്ചു തമ്പുരാനെ സൂക്ഷിക്കണമെന്ന് മെഹ്റാബിൽ കയറിയിട്ട് ഓരോ ദിവസവും ഓരോ ആഴ്ചകളിൽ നിന്നോട് നിന്റെ ഖതീബ് വിളിച്ചു പറയുന്നുണ്ട്. നമ്മളോട് നമ്മുടെ നാട്ടിലെ ഖതീബ് വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പോലും പടച്ചവനെ അവിടുന്ന് ശ്രദ്ധിക്കാതെ അല്ലാഹനെ മറന്നുകൊണ്ട് നടന്നവനോ അത് അവിടുന്ന് വിളിച്ചു പറയുകയാ,
ഓരോ സമുദായമുണ്ടല്ലോ, പടച്ച തമ്പുരാൻ അവിടുന്ന് പറയുകയാണ്, നരകത്തെ ഇങ്ങനെ കാണിച്ചിട്ട്, ഇതാ നിങ്ങളോട് പറഞ്ഞിരുന്ന നരകമുണ്ടല്ലോ, ആ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ഇതാ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടിരിക്കുകയാണെന്ന് അതാ അവിടുന്ന് പടച്ച തമ്പുരാനെ വിളിച്ചു പറയുകയാണ്. അവിടുന്ന് അതാ വിളിച്ചു പറയുകയാണ്. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം ജനങ്ങളെ മുഴുവനും അതാ അവിടുന്ന് ഇങ്ങനെ മാറ്റി നിർത്തുകയാണ്. ഓരോ സമുദായങ്ങളും മുട്ടുകുത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് അല്ലാഹ് പറഞ്ഞത്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അന്ന് എല്ലാ സമുദായങ്ങളും പടച്ച റബ്ബേ മുട്ടുകുത്തപ്പെട്ട നിലയിലാണ്. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് നിൽക്കുമെന്ന് അതാ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഓരോ സമുദായങ്ങളും അതിന്റെ ഓരോ രേഖയിലേക്ക് ഇങ്ങനെ വിളിക്കപ്പെടുകയാണ്. നന്മ ചെയ്തവരെ, തിന്മ ചെയ്തവരെ അല്ലാഹുവേ പല പല കോണുകളിലായിട്ട് വിളിക്കുമല്ലോ. റബ്ബേ, നന്മക്ക് വേറെ സ്ഥലമുണ്ട്, തിന്മ ചെയ്തവർക്ക് വേറെ കേഹമാണ്. അവരിലേക്ക് അവരെങ്ങനെ വിളിക്കുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. كل أمة جاثية كل أمة تدعى إلى كتابها اليوم تجزون ما كنتم تعملون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ പ്രവർത്തിച്ചതിനനുസരിച്ചിട്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണെന്ന് അവരോട് പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓരോ ജനങ്ങളോടും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിൽ വെച്ചിട്ട് നീ എന്ത് നന്മ ചെയ്യുന്നുണ്ട് മോനെ, ഇവിടെ വെച്ചിട്ട് നീ എന്ത് ചെയ്യുന്നുണ്ടോ? നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വേണ്ടിയിട്ട് നിനക്കുള്ള നന്മകൾ അല്ലാഹു തആല തരുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ച റബ്ബേ അവിടെ നിന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മൃഗങ്ങളെ, പക്ഷികളെ, മറ്റു ജലജീവികളെ എല്ലാവരെയും അല്ലാഹു തആല വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് അല്ലാഹു തആല പ്രത്യേക അവർക്കുള്ള ശിക്ഷകൾ നടപ്പാക്കുന്നു. അവർക്കുള്ള ശിക്ഷകൾ ആശറയിൽ വെച്ചിട്ട് നടക്കാണ്. എങ്ങനെയാ? ഒരു കൊമ്പുള്ള മൃഗം ഒരാടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ, ആ കൊമ്പില്ലാത്തതിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള നേരെ അതിനെ അങ്ങ് ഒരു ഇടി കൊടുക്കും. അതോടുകൂടി അതിന്റെ കാര്യം തീരും, അതിന്റെ കാര്യം തീരും, ആ ശിക്ഷ അവിടെ കഴിയും. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ അവർക്കിടയിൽ എന്റെ പ്രിയമുള്ളവരെ അതാ അവരുടെ ആ ശിക്ഷ, അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു, പിന്നെ അടുത്തതിനെ വിളിക്കാൻ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് തീരും, അതോടെ കഴിയും. എന്നിട്ട് അല്ലാഹു തആല പറയും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഅ്ശറയിൽ വെച്ചിട്ട് അവിടുന്ന് പറയുകയാണ്, മറ്റു ജീവികളുടെ പടച്ച റബ്ബേ, മറ്റു ജീവികളുടെ നമ്മുടെ നാട്ടിലൂടെ നമ്മൾ കാണുന്ന പക്ഷികളുണ്ട്, ഒരുപാട് പറവകളുണ്ട് പടച്ച റബ്ബേ, ഒരുപാട് പക്ഷികളുണ്ട്, ഒരുപാട് മറ്റു ജീവികളുണ്ട്, ജീവജാലങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്. എല്ലാത്തിനെയും അല്ലാഹു തആല നാളെ മഅ്ശറയിലേക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ ശിക്ഷകൾ അവിടെ നിന്ന് നടപ്പാക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, നിങ്ങൾ ഇവിടെ മണ്ണായി മാറുക. മറ്റുള്ള ജീവജാലങ്ങളോട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടെ നിന്ന് പിന്നെ നിങ്ങൾ മണ്ണായി മാറുക. മഅ്ശറയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുമല്ലോ. ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ എല്ലാ ജീവജാലങ്ങളെയും നാളെ പടച്ച തമ്പുരാന് കൊണ്ടുവരികയാണ്. എല്ലാവരെയും അല്ലാഹു തആല കൊണ്ടുവരികയാണ്. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട്. എല്ലാവരെയും കൊണ്ടുവന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ ഇനി ഇവിടെ മണ്ണായി മാറുക, നിങ്ങൾ ഇവിടെ നിന്ന് മണ്ണായി മാറുക എന്ന് അല്ലാഹു തആല ഓരോ ജീവജാലങ്ങളോടും പറയുകയാണ്. നരകത്തെ കണ്ടിട്ട്, മഅ്ശറയുടെ അവസ്ഥ കണ്ടിട്ട്, അല്ലാഹുവേ പടച്ച റബ്ബിന്റെ കോപം കണ്ടിട്ട്, അതാ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യര്, ഇവിടെ തിന്മകൾ ചെയ്ത മനുഷ്യര്, പടച്ച തമ്പുരാനെ പറഞ്ഞത് കേൾക്കാതെ അനുസരണയില്ലാതെ കടന്നുപോയ നമ്മള് നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ വെച്ചിട്ട് പറയുകയാ, യാ
യാ ലൈതനീ കുന്തു തുറാബാ. അതാ പടച്ച റബ്ബേ, അവിശ്വാസികളായ ആളുകളുണ്ടല്ലോ, അത് അവിടുന്ന് തന്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയുകയാണ്, ഞങ്ങളൊരു മണ്ണായിരുന്നെങ്കിലോ, ഞങ്ങളും ഇതുപോലെ മണ്ണായി മാറിയിരുന്നെങ്കിലോ, ഞാനും ഇതുപോലെ മണ്ണായിരുന്നെങ്കിലെന്ന് ഓരോരുത്തരും അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമെന്നോ. അതാ പ്രവാചകർ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാ റസൂലുള്ള പലതും ഇവിടെ പഠിപ്പിക്കുന്നത്. നന്മ ചെയ്യണം ഉമ്മ, നന്മ ചെയ്യണം വാപ്പ, നല്ലതേ പറയാൻ പാടുള്ളൂ. നിന്റെ നാക്ക് കൊണ്ട്, നിന്റെ ചിന്തകളെ കൊണ്ട് എല്ലാ തിന്മകളിൽ നിന്ന് നീ മാറി നിൽക്കുന്നു. വെറുതെയാണോ അല്ലാഹ് പറയുന്നത്? വെറുതെയാണോ റസൂലുള്ള നമ്മെ പഠിപ്പിച്ചത്? അല്ലാഹ് വെറുതെ പഠിപ്പിച്ചതാ? നാളെ അള്ളാന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മളൊക്കെ, എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് ഖേദിക്കും. നമ്മളെല്ലാവരും അവിടെ നിന്ന് പരാജയപ്പെട്ടു പോകും. അതുകൊണ്ടാ എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചത്. അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പരമാവധി നന്മയിലായി കൊണ്ട് നിലകൊള്ളാൻ നമ്മളെല്ലാവരും ശ്രമിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ അല്ലാഹു തആല ഖൈറും ബറക്കത്തും അല്ലാഹു തആല നൽകട്ടെ. നിനക്ക് വെറുതെ സ്വർഗം കിട്ടും, നിനക്ക് വെറുതെ സ്വർഗം കിട്ടും. ദുനിയാവിൽ നിന്ന് പടച്ച റബ്ബേ, നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊക്കെ വെറുതെ കിട്ടണമെന്നാണ്, വെറുതെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. വെറുതെ ഒന്നും തരൂല പടച്ചോൻ. അല്ലാഹു തആല നമുക്ക് എന്തെങ്കിലും തരണമെങ്കിൽ ആ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം നമ്മൾ കൊടുക്കുക തന്നെ വേണം. അല്ലാതെ വെറുതെ കിട്ടുന്നു വിചാരിക്കണ്ട. അല്ലാഹു തആല തരാൻ കരുതിയിട്ടില്ല, അത് തരൂല അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, നല്ല പണിയെടുക്കണം. ദുനിയാവിൽ സ്വർഗത്തിന് പണം കൊടുത്തിട്ട് സ്വർഗം മേടിക്കട. ദുനിയാവിൽ വെച്ചിട്ടുള്ള പണം എന്താ? ഈ സ്വർഗത്തിനുള്ള പണം എന്താ? നമ്മൾ നന്മ ചെയ്യല. റസൂലുള്ള പറഞ്ഞു, നമ്മൾ അനുസരിക്കല. പൂർണ്ണമായിട്ടും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത്രക്കൊന്നും ഈമാൻ എനിക്കില്ല, നിങ്ങൾക്കില്ല. എന്നാലും ഹൃദയം ഒന്ന് ചേർത്ത് വെക്ക്, ഹൃദയം ഒന്ന് നന്മയിലേക്ക് ചേർത്ത് വെക്ക്. പടച്ച റബ്ബിനോട് കരങ്ങൾ ഉയർത്തിയിട്ട് പാതിരാ സമയത്തിന്റെ നിശബ്ദതയിലൊന്ന് ദുആ ചെയ്യ്. അല്ലാഹുവേ, പടച്ചോൻ എന്നെ കൊണ്ട് തിന്മയിലേക്ക് നീ നയിക്കല്ല അല്ലാഹ്. ഒന്ന് ദുആ ചെയ്യ് മോനെ. പാതിരാ സമയത്ത് നീ നീച്ചാലും എണീറ്റിട്ട് നീ രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് നീ ദുആ ചെയ്യും, പടച്ചോൻ എനിക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ട്, എനിക്ക് സമ്പത്ത് കൊണ്ടാ, എനിക്ക് മറ്റു നിന്റെ കുട്ടികളെ കെട്ടിക്കാനുള്ള വഴി കൊണ്ടാ ഒക്കെ നമ്മൾ ദുആ ചെയ്യും. ഒരു ദിവസമെങ്കിലും പടച്ചോൻ എനിക്ക് ഈമാൻ കൊണ്ടാ നീ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് പടച്ചവനെ നീ എന്റെ ഈമാൻ നിലനിർത്തിക്കൊണ്ടാ എന്ന് ഞാനും നിങ്ങളും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്ക്. അപ്പൊ മനസ്സിലാകും എത്രത്തോളമാണ് എന്റെയും നിങ്ങളുടെയും ഈമാൻ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കുടുംബ ജീവിതം വിജയിക്കണം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതാ. ഞാനും ആഗ്രഹിക്കുന്നത് അതാണ്, നിങ്ങളും ആഗ്രഹിക്കുന്ന. പടച്ചോനെ, എനിക്ക് കുടുംബ ജീവിതം വിജയിക്കണം, അല്ലേ? ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നതും അതാ. ഉസ്താദേ, ദുആ ആയിരിക്കണം. എന്തിനാ? കുടുംബത്തിൽ ബറക്കത്ത് വേണം, കുടുംബത്തിൽ നന്മ വേണം, അല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കുടുംബത്തിൽ നന്മകൾ ഉണ്ടാകാൻ അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നൽ الملائكة لا تنزل على قوم അല്ലാഹുവേ റഫീഖിൻ ഖാതിഉർ റഹീം. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുകയാണ്, നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരണോ? നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരണോ? നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരണമെങ്കിലോ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഉമ്മാ കുടുംബ ബന്ധം മുറിക്കല്ലേ,
നിന്റെ വീട്ടിൽ നീ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങണം, ബർക്കത്ത് ഇറങ്ങണം, കുടുംബജീവിതം സന്തോഷമാകണമെന്ന് പറയുന്നവരാണോ? എന്നാ നിന്റെ കുടുംബ ബന്ധം നീ ചേർക്കണേ, നീ കുടുംബ ബന്ധം മുറിക്കല്ലേ. അങ്ങനത്തെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നില്ലല്ലോ. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, നമുക്കെല്ലാവർക്കും വലിയ വലിയ ആഗ്രഹങ്ങളാണ്. ഒരുപാട് സമ്പത്തും വേണം, അല്ലാഹുവേ സമാധാനം വേണം, ഐശ്വര്യം വേണം. ഇതൊക്കെ നമ്മുടെയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ്, ഏറ്റവും വലിയ കാര്യങ്ങളാണ്. എന്നാൽ അതിന് ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ചെയ്യാനുള്ള മനസ്സ് നമുക്കില്ല, അതൊന്നും ചെയ്യാനുള്ള മനസ്സ് നമുക്കില്ല. കുടുംബ ബന്ധം നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ, കുടുംബ ബന്ധം നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് വരൂല. അല്ലാഹു നിന്നോട് ഇഷ്ടപ്പെടുന്നില്ല, നിന്റെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുന്നില്ല. നിന്റെ ജീവിതത്തിൽ ബർക്കത്തില്ലെങ്കിലോ പിണക്കം നീ മാറ്റണേ വാപ്പാ. നിന്റെ ഉമ്മയോട് നീ പിണങ്ങിയിട്ടുണ്ടോ? വാപ്പാനോട് നീ പിണങ്ങിയിട്ടുണ്ടോ? സഹോദരങ്ങളോട് നീ പിണങ്ങിയിട്ടുണ്ടോ? സഹോദരിമാരോട് നീ പിണങ്ങിയിട്ടുണ്ടോ? ഈ പിണക്കം തീർക്കാതെ നീ നന്നാകൂല ഉമ്മ, നീ നന്നാകൂല വാപ്പാ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല റഹ്മത്ത് തരൂല. പടച്ച തമ്പുരാനെ, പല ആളുകളും പറയാറുണ്ട്, ഉസ്താദി അവര് എന്നോട് തെറ്റിയിരിക്കാണ്, എന്നോട് അവർ പിണക്കമാണ്, എന്നോട് അവർ മിണ്ടുന്നില്ല, എന്റെ ജ്യേഷ്ഠൻ മിണ്ടില്ല, എന്റെ പെങ്ങന്മാര് മിണ്ടൂല. അല്ലാഹുവേ പടച്ച റബ്ബേ, അവര് മിണ്ടണ്ടടാ, അവര് മിണ്ടണ്ട ഉമ്മ, അവർ മിണ്ടണ്ട വാപ്പാ. ഒരംശം പോലും നിന്റെ മനസ്സിനകത്ത് അവരോട് നീ ദേഷ്യം വെക്കരുത്, നീ അവരോട് ദേഷ്യം വെക്കരുതെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പഠിപ്പിക്കുന്നത്. അവരിങ്ങോട്ട് എന്തും ചെയ്യട്ടെ, അവരിങ്ങോട്ട് എന്തും ചെയ്യട്ടെ, അവരോട് നീ ദേഷ്യം വെക്കരുത്. ആർക്കാ ഇതുകൊണ്ട് കാര്യം? എനിക്ക് കാര്യമില്ല. നിങ്ങൾ നന്നായാ നിങ്ങൾക്ക് നല്ലത്, എനിക്ക് നന്മയില്ല, എനിക്ക് നന്മയില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പല ആളുകളും പറയും ഈ വിഷയം പറയുമ്പോ കുടുംബ ബന്ധം ചേർക്കുക, ഒരാളോട് പിണങ്ങി നിൽക്കരുത് എന്ന് പറയുമ്പോ പല ആളുകളും പറയാറുണ്ട്, ഉസ്താദേ അവര് എന്നോട് മിണ്ടൂല, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പറയാറില്ലേ? എന്നോട് മിണ്ടാത്തത് കൊണ്ട് ഞാൻ എങ്ങനെ മിണ്ടും അവരോട്? ഞാൻ എന്ത് ചെയ്യണമെന്ന് സങ്കടം പറയുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അവരങ്ങനെ നടക്കട്ടെടാ, അവരങ്ങനെ പോകട്ടെ. പക്ഷേ നമ്മൾ ഒരിക്കലും അവരോട് ദേഷ്യം വെക്കരുത്. നമ്മളൊന്ന് പഠിക്കാം, എന്തുകൊണ്ടാണ് അവിടെ തെറ്റ് വന്നത്? ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഈ പിണക്കം മാറ്റി മിണ്ടാൻ കഴിയുമോ? ആ മിണ്ടൽ കൊണ്ട് നിനക്ക് എന്ത് നന്മ കിട്ടുമെന്ന് നിനക്കറിയോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാൻ, പടച്ച റബ്ബേ, നാളെ പരലോകത്ത് പടച്ച തമ്പുരാന്റെ മുമ്പിൽ അല്ലാഹുവേ നിനക്ക് വേണ്ടിയിട്ട് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ കൊട്ടാരമാണ് ഉമ്മ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. രണ്ടുപേര് പിണങ്ങുകയാണ്, ആദ്യം ആരാണ് സലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് മുണ്ടുന്നതെങ്കിൽ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ചിട്ട് നിനക്ക് അല്ലാഹു തആല വലിയ സ്വർഗ്ഗം, അല്ലാഹു തആല സ്വർഗ്ഗത്തിലെ കൊട്ടാരം നിനക്ക് വേണ്ടി പണിത് തരുമെന്ന് പ്രവാചകരാ പഠിപ്പിക്കുന്നത്. നിനക്ക് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ നിനക്ക് കൊട്ടാരമുണ്ട് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കാം. നമ്മൾ മറ്റുള്ളവരോട് പിണങ്ങി നിൽക്കുക. ഉമ്മാനോട് പിണക്കം, വാപ്പാനോട് പിണക്കം, സഹോദരങ്ങളോട് പിണക്കം, മൂത്താപ്പാനോട് പിണക്കം, എളാപ്പാനോട് പിണക്കം, എല്ലാവരോടും പിണക്കം. ഇങ്ങനെ പിണങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് നീ. എന്നിട്ട് നീ നമസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? നീ നമസ്കാരം കഴിഞ്ഞിട്ട് നീ ദുആ ചെയ്യുമല്ലോ. ഒരുപാട് കരഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് നീ ദുആ ചെയ്യുമല്ലോ. നീ ദുആ ചെയ്താ അല്ലാഹ് സ്വീകരിക്കൂലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, കുടുംബ ബന്ധം മുറിച്ചുകൊണ്ട് നീ നിസ്കരിച്ചിട്ട് കാര്യമില്ല, നീ ദുആ ചെയ്തിട്ട് കാര്യമില്ല, നീ ഒരുപാട് സ്വതക്കകൾ കൊടുത്തിട്ട് ദിക്റുകൾ ചൊല്ലിയിട്ട് കാര്യമില്ല.
കാര്യമില്ല. അത് ഓരോ വ്യക്തികളുമായിട്ടുള്ളതാണല്ലോ. ആ വ്യക്തികളടുത്ത് പോയിട്ട് നീ പിണക്കം മാറ്റ്, അവരോട് നീ സലാം പറയ. എന്നാ നിനക്ക് പടച്ച തമ്പുരാൻ സ്വർഗത്തിൽ വലിയ അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് മോനെ. ഒരിക്കലതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് മദീനയിലെ പള്ളിയിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവേ പടച്ച റബ്ബേ ഇവിടെ ഒരു പ്രസംഗമുണ്ട്, ഒരുപാട് ദീന് പറയാനുണ്ട്, നിങ്ങളെല്ലാവരും അതിന് ഒരുങ്ങി വരണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് പ്രസംഗിക്കാൻ വേണ്ടി എണീറ്റ് നിന്നു. സ്വഹാബത്തിന്റെ മുമ്പിൽ ഇങ്ങനെ എണീറ്റ് നിന്നു. എന്നിട്ട് അവിടുന്ന് ഘോരമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചിട്ട് ഉത്ബോധനം സ്വഹാബത്തിന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പടച്ചവനെ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, ഇനി നമ്മളിതാ ദുആ ചെയ്യുകയാണ്. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ് എന്നതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്നിട്ട് അവിടുന്ന് റസൂലുള്ളാഹി ഇങ്ങനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ആരാ കുടുംബ ബന്ധം മുറിച്ചിട്ടുള്ളത്, മറ്റുള്ളവരോട് പിണങ്ങിക്കൊണ്ട് കഴിയുന്നവരാരോ അവർ നേരെ പോയിട്ട് പിണക്കം തീർത്തിട്ട് വരണേ, പിണക്കം തീർത്തുകൊണ്ട് വരണേ, പിണക്കം തീർത്തുകൊണ്ട് നിങ്ങൾ വരണേ. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ദുആ ചെയ്ത ആ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുന്നതല്ല. ആ സദസ്സിൽ നിന്നൊരു സ്വഹാബി എണീക്കുകയാണ്. എന്നിട്ട് പറയുന്നു, റസൂലേ, ഞാൻ എന്റെ ഉമ്മയുടെ അനിയത്തിയോട് പിണക്കമായിരുന്നു. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവരോട് പോയിട്ട് പിണക്കം മാറ്റിയിട്ട് നീ മജ്ലിസിലേക്ക് വാ. ആ സ്വഹാബി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. തന്റെ ഇളമാടെ കയ്യെ പിടിച്ചിട്ട് സലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് പൊരുത്തം ചോദിച്ചു. എന്നിട്ടതാ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് തിരിച്ചു വന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പഠിപ്പിക്കുന്നത്, അല്ലാഹുവേ പടച്ച റബ്ബേ, പിണങ്ങിക്കഴിഞ്ഞാ നിന്റെ പ്രാർത്ഥന അല്ലാഹുവിന്റെ വേണ്ട, അല്ലാഹു അവിടേക്ക് നോക്ക പോലുമില്ലെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പടച്ച റബ്ബേ, പ്രളയം നമ്മളെ വല്ലാതെ പിടിച്ചു കുലുക്കിയതായിരുന്നു, കൊറോണ നമ്മളെ പിടിച്ചു കുലുക്കിയതായിരുന്നു. അന്നൊക്കെയുള്ള ഒരു ഐക്യമുണ്ട്, ഒരു ബന്ധമുണ്ട്, ഒരു സ്നേഹമുണ്ടായിരുന്നു. അതൊന്നും ഇന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ കാണുന്നില്ല, നമുക്ക് സമൂഹത്തിൽ അത് കാണുന്നില്ല. പ്രളയം ഉണ്ടായപ്പോ എല്ലാരും പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടും ദുആ ചെയ്യാന് അല്ലേ, ഉമ്മ ബാപ്പാക്കും സഹോദരങ്ങൾക്കും സഹോദരി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര അയൽവാസികൾക്ക് നല്ല ദുആ ചെയ്യാൻ. അപ്പൊ എന്താ, അല്ലാഹു തആല അദാബ് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ അദാബൊക്കെ നീങ്ങിയ മനുഷ്യന്റെ മനസ്സിന് സ്നേഹം കണ്ടെടുത്തു, ആ ബന്ധം കണ്ടെടുത്തു പോയി. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ അല്ലേ. അല്ലാഹു തആല നന്മ പറയാനും നന്മ ചിന്തിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, സ്വഹാബാ, മൻ സർറഹു അൻ യബ്സുത ലഹു ഫീ റിസ്ഖിഹി, നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് വിശാലത വേണോ സ്വഹാബ, നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് വിശാലത വേണോ സ്വഹാബ. ആ സ്വഹാബത്ത് അവിടെ നിന്ന് പറയുന്നു, നബിയേ, ഞങ്ങൾക്ക് വേണം നബിയേ, ഞങ്ങൾക്ക് വേണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, വയുൻസഖു ലഹു ഫീ അസ്രിഹി, നിന്റെ ആയുസ്സിൽ നിനക്ക് ബർക്കത്ത് വേണോ, ആയുസ് നിനക്ക് നീട്ടി കിട്ടണോ. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്,
അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചത്, സ്വഹാബാ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ വിശാലത വേണോ സ്വഹാബ എന്ന് പറഞ്ഞാ നല്ല ജോലി നിനക്ക് വേണോ? നിനക്ക് കടമില്ലാതെ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണോ? നിന്റെ പ്രയാസങ്ങളെല്ലാം മാറിക്കൊണ്ട് നിന്റെ ജീവിതത്തെ നിനക്ക് സുന്ദരമാക്കണോ? അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിനക്ക് ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഒരുപാട് കാലം നിനക്ക് ജീവിക്കണോ? ഒരുപാട് റാഹത്തുള്ള ആയുസ് നിനക്ക് വേണോ? അതാ സ്വഹാബികൾ അവിടെ നിന്ന് ഏറ്റുകൊണ്ട്, നബിയേ ഞങ്ങൾക്ക് വേണം നബിയേ, ഞങ്ങൾക്ക് വേണം നബിയേ എന്നവിടെ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി അവിടെ നിന്ന് സ്വഹാബത്ത് പറയുമ്പോ അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണേ, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണേ. അതുകൊണ്ട് നിങ്ങളുടെ ഫിസിക്കൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ, ഫിസിക്കൽ അല്ലാഹു വിശാലത നൽകുന്നതാ. മാത്രമല്ല ദുനിയാവിൽ വെച്ച് നിനക്ക് അല്ലാഹു തആല നിന്റെ ആയുസ് നീട്ടിത്തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുക. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. മനസ്സിലായോ? ആയുസ് വർദ്ധിക്കാനും നിന്റെ ജീവിതത്തിൽ അല്ലാഹു തആല റഹ്മത്ത് നൽകാനും ഭക്ഷണ വിശാലതക്കുമൊക്കെയുള്ള ഒരു കാര്യം എന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ, സന്തോഷമുണ്ടാകാൻ, സമാധാനമുണ്ടാകാൻ അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിനകത്തേക്ക് കടന്നു വരണോ? ഒരുപാട് പടച്ച തമ്പുരാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് കടന്നു വരണോ? നിനക്ക് നിന്റെ വീട് നിനക്ക് ശാന്തമാകണോ, സന്തോഷമാകണോ? അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ലാ തദ്ഖുലുൽ മലായികതു ബൈതു ഫീ റവാഹിഹു കരീഹാ. നാളെ പടച്ച റബ്ബിന്റെ മലക്കുകൾ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരാത്ത വീടിനെ കുറിച്ചിട്ടോ അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, വൃത്തിഹീനമായി കിടക്കുന്ന വീടുകളുണ്ടല്ലോ, ആ വീടിന്റെ ഉള്ളറയിലേക്ക് അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുന്നതല്ല, അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതാ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചല്ലോ, ഇന്നല്ലാഹ തയ്യിബുൻ, ഇന്നല്ലാഹ തയ്യിബുൻ യുഹിബ്ബു തയ്യിബാ. അല്ലാഹു തആല ഭംഗിയെ, നന്മയെ അവിടെ നിന്ന് ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു തആല ഭംഗിയുള്ളവനാണെന്ന് അതാ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഭംഗി അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാഹ് ഭംഗിയുമുള്ളവനാ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വീട് നമ്മള് നല്ല രീതിയിൽ നോക്കണം. ഞാൻ കോട്ടക്ക ഭാഗത്ത് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ പോയ സമയത്ത് അവിടെ ഒരു വീട് കണ്ടു, നല്ല സുന്ദരമായി കിടക്കുന്ന നല്ലൊരു വീട്. അപ്പൊ ഞാൻ ബന്ധപ്പെട്ടവരോട്, എന്റെ കൂടെ എന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അവിടുത്തെ നാട്ടുകാരാണ്. അങ്ങനെ പരിപാടിക്ക് അവിടെ ചെന്ന് ഞാൻ ആ വീടിന്റെ അവിടെ ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ ഇതെന്താ ഇങ്ങനെ വലിയൊരു വീടാണല്ലോ, ആൾതാമസെല്ലാം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ആൾതാമസം കാരണം മുറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആകെ പുല്ലൊക്കെ ഇങ്ങനെ വെച്ച് ആകെ പുല്ല് നിറഞ്ഞിരിക്കുക, കാട് നിറഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ വീട്ടിലെന്താ ആള് താമസല്ലേ? കുറച്ച് പിന്നെ ഒരു നോക്കുമ്പോ കുറച്ച് ആളുകളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ആൾക്കാരവിടെ ഇല്ല തോന്നുന്നുണ്ടല്ലേ, ആൾ താമസമില്ലാത്ത വീടാണല്ലേ, വലിയൊരു വീട് വെറുതെ കിടക്കുകയാണല്ലേ. അവര് പറഞ്ഞു, ഉസ്താദേ ആ ഇരിക്കുന്ന ആളുകളൊക്കെ അവിടുത്തെ ആൾക്കാരാ.
അവിടെ ആൾത്താമസമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ എന്നിട്ട് ഇതിന്റെ മുറ്റൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്? അപ്പൊ അവരെന്റെ അടുത്ത് പറയാണ്, ഇവിടത്തെ സിസ്റ്റം എന്താ വെച്ചാല്, ഇവിടത്തെ ശൈലി ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഈ കാടിതൊക്കെ ഒന്നായിട്ട് വലുതാകുമ്പോ ആരെങ്കിലൊക്കെ കൂലിക്ക് വിളിച്ചിട്ട് അതിങ്ങനെ പിന്നെ കൈക്കൊണ്ടോണ്ടോ എന്തെങ്കിലുമൊക്കെ വെട്ടിയിട്ട് അതിങ്ങനെ മാറ്റും. അല്ലെങ്കിൽ കട്ടിടുന്നവർ കട്ടയിടും, പിന്നെ കല്ല് വിരിക്കുന്നവർ കല്ല് വിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം. പഠിച്ചോനെ ഞാൻ അന്തം വിട്ടുപോയി. എന്റെ വീട്ടിലൊക്കെ എന്റെ ഉമ്മ സഹോദരിമാരൊക്കെ എന്റെ പ്രിയമുള്ളവരെ മുറ്റം എല്ലാ ദിവസവും അടിച്ചു വാരും. അങ്ങനെ എല്ലാ ദിവസവും മുറ്റത്തുള്ള ചപ്പക്കൻ അടിച്ചു വാരിയാൽ ആ ചൂല് തട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പുല്ലൊന്നും ഉണ്ടാവില്ലല്ലോ, അല്ലെ? അപ്പൊ അതൊക്കെ ഒരു വൃത്തിയാണ് പഴയ കാലത്ത്. എന്നിട്ട് അവിടുത്തെ ഒരു ഉമ്മാമ വന്നിട്ട് പറയാണ്, പഴയ കാലത്തൊക്കെ ഉസ്താദെ വീട്ടില് എല്ലാ ആളുകളും മുറ്റക്കടിച്ചായിരുന്നു, ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ലല്ലോ. ഞാൻ ആലോചിച്ചു, എവിടെ നിന്നാവും പതുക്കെ പോയത്? അല്ലാഹു തആല നമുക്ക് നല്ല ബോധം അല്ലാഹു തആല നൽകട്ടെ. അതാ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, റഹ്മത്തിന്റെ മലക്കൾ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ അതാ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, മോളെ നിന്റെ വീട് വൃത്തി വേണം കേട്ടോ, നിന്റെ വീട് നീ നല്ല രൂപത്തിൽ വൃത്തിയാക്കണമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ നമ്മെ പഠിപ്പിക്കുകയാണ്. പല വീടുകളിലും പടച്ചവനെ ചെറിയ കുട്ടികളുണ്ടാകും. ചെറിയ കുട്ടികൾ മൂത്രയിക്കും, കാഷ്ടിക്കും, ഇതെല്ലാം അങ്ങ് വെറുതെ അങ്ങനെ കിടക്കുന്നുണ്ടാകും. ചില വീടുകളിൽ ചെയ്യരുത്, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. നജസാണ്, നജസാണ്, നജസാണ്. നിന്റെ വീട്ടിൽ നീ കിടന്നുറങ്ങുന്ന സമയത്ത് നിന്റെ കുട്ടി, ചെറിയ കുട്ടി ഉണ്ടാകും, ബെഡിലൊന്നും വിരിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ആ കുട്ടി അവിടെ മൂത്രയിക്കും. അത് മൂത്രയിച്ചിട്ട് അതിങ്ങനെ ആ നജസ് ഇറങ്ങിയിട്ട് ബെഡിന്റെ ഉള്ളിലേക്കൊക്കെ ഇതായിട്ടുള്ള ആകെ പറ്റി പിടിച്ചിട്ടുണ്ടാകും. എന്നിട്ട് പറയും, അത് ഉള്ളിലല്ല, അത് സാരല്ല, അത് കാണുന്നില്ലല്ലോ, അല്ലെ? നജസുണ്ട് മക്കളെ അതിന്റെ താഴത്ത്. എന്നിട്ട് അതിന്റെ മുകളിലാണ് ഈ ഉമ്മയും മക്കളും കിടന്നുറങ്ങണത്. ആലോചിക്കണെങ്കിൽ റഹ്മത്ത് നിന്റെ വീട്ടിലേക്ക് വരുമോ? ഞാൻ പറഞ്ഞതല്ല, അത് റസൂലുള്ള പഠിപ്പിക്കാം. അങ്ങനത്തെ നിന്റെ വീടാണെങ്കിൽ നിന്റെ വീട്ടിൽ അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങൂല. ദാരിദ്ര്യം പിന്നെ വെറുതെ വരിക. ചെറിയ അവര് പമ്പേഴ്സ് ഉണ്ടാവും, മറ്റൊക്കെ. ഇതൊക്കെ ഒരു ഭാഗത്ത് നമ്മൾ വീട്ടിനകത്ത് തന്നെ അങ്ങനെ കൂട്ടിയിടും. കാഷ്ടിച്ചിട്ടുണ്ടാവും, മുത്തരിച്ചിട്ടുണ്ടാവും, ഒക്കെ ഒരു ഭാഗത്ത്. റഹ്മത്തിന്റെ മലക്കൾ നിന്റെ വീട്ടിൽ ഇറങ്ങുന്നു. തല കുത്തി ഏത് സമയത്ത് നിസ്കരിച്ച് ദുആ ചെയ്തിട്ടും കാര്യമില്ല, അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കൾ നിന്റെ വീട്ടിൽ വരില്ല. ആരാ പറഞ്ഞ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, വീട്ടിനകത്ത് അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണേ. ഒരിക്കലതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാന്റെ മുമ്പിലേക്ക് ഒരു സ്ത്രീ അതാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. തന്റെ രണ്ട് കൈയും ഇങ്ങനെ പിടിച്ചുകൊണ്ട് കടന്നു വന്നിട്ട് ഉമർ തങ്ങളോട് പറയുന്നു, തങ്ങളെ, നിങ്ങൾ ഞങ്ങളോട് എന്നും നിങ്ങൾ സുന്ദരികളാകണമെന്ന് പറയാറുണ്ട്. നഖം മുറിക്കണം, കുളിക്കണം, വൃത്തിയിൽ വസ്ത്രം ധരിക്കണം, നല്ല രീതിയിലാകണമെന്ന് ഞങ്ങളോട് നിങ്ങൾ പറയാറുണ്ടല്ലോ. ഇതെന്റെ ഭർത്താവാണ് തങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വൃത്തിയില്ല, കുളിക്കില്ല, ശരീരം വേണ്ടതുപോലെ കഴുകില്ല, വല്ലാത്ത അവസ്ഥയിലാണ്. നിങ്ങളൊന്ന് ദുആ ചെയ്യണേ, നിങ്ങളൊന്ന് പറയണേ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചുറപ്പേ അതാ അവിടുന്ന് കടന്നു വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ പണിഞ്ഞെടുത്ത എന്റെ തല ഞാൻ വെട്ടുന്നത്. ഉമർ തങ്ങൾ പറഞ്ഞാ പിന്നെ അതിന്റെ അപ്പുറമല്ലല്ലോ. നേരെ പോയി ആ മനുഷ്യന് വളരെ വൃത്തിയായി നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിട്ട് ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. പടച്ചവനെ തലമുടിയൊക്കെ വെട്ടി, നഖൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് കടന്നു വന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അത്ഭുതം ചോദിച്ചു, അല്ലാഹ് നേരത്തെ വന്ന മനുഷ്യനാണോ? നേരത്തെ വന്ന ആളെന്നെയാണോ? കാരണം എന്താ, ആളാകെ കോലം അങ്ങ് മാറിയിട്ടുണ്ട്, അല്ലേ? ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഈ പിന്നെ റോഡിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന കുറെ ആൾക്കാർ, അവരൊക്കെ പിടിച്ചിട്ട് ചില സംഘടനക്കാരും അല്ലെങ്കിൽ പിന്നെ വല്ല കൂട്ടായ്മകളൊക്കെ കൂടിക്കൊണ്ട് അവരൊക്കെ പിന്നെ
ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവിടാൻ വേണ്ടിട്ട് അവരെ കുളിപ്പിച്ച് മുടിയും താരയൊക്കെ വെട്ടിയിട്ട് അവരിങ്ങനെ വൃത്തിയാക്കുന്നത് കാണാം. പടച്ചുറബ്ബെ, ആദ്യത്തെ കോലവും അവസാനം അവരാകുന്ന കോലവും കണ്ടാൽ എത്ര വ്യത്യാസം എന്നറിയോ? വീട്ടിൽ നിന്ന് പല ആളുകളും അങ്ങ് ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോകുന്ന ആളുകൾ അല്ലേ? ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോകുന്ന ആളുകൾ ആലോചിച്ച് നോക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ മുമ്പിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ട്. വലിയ സമയം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലൊരു വീഡിയോ കണ്ടു. ഒരു അമ്മ ഭയങ്കരമായിട്ട് പ്യൂറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന, ഇംഗ്ലീഷ് വല്ല രീതിയിൽ വല്ലാത്ത സൗന്ദര്യത്തോടു കൂടി ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കുക. പടച്ചറബ്ബേ, അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചപ്പോ അദ്ദേഹം ഒരു സ്ത്രീ ഒരു ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു. ഒരുപാട് വിദ്യാഭ്യാസം, ഭൗതികപരമായിട്ട് ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. പടച്ച എന്തോ ഒരു തകരാറ് സംഭവിച്ച് അങ്ങനെ കുടുംബത്തിൽ നിന്നുമൊക്കെ ഇറങ്ങിപ്പോന്നു. വല്ലാത്തൊരു പ്രയാസത്തിൽ കഴിയാൻ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്ര ആളുകളാണെന്ന് അറിയോ? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പല ആളുകളും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ അടിച്ചു വാരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടിച്ചു വാരിക്കൊണ്ട് വൃത്തിയാക്കിക്കൊണ്ട് നമ്മൾ ഈ ഓരോ ചവറുകൾ വീട്ടിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ കൂട്ടിവെക്കരുത്. അങ്ങനെ കൂട്ടിവെച്ചാൽ മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട്, അടിച്ചു വാരി വെച്ചിട്ട് അതിങ്ങനെ കൂട്ടിയിടരുത്. നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ ബർക്കത്തുണ്ടാകൂലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ക്ലീൻ ആക്കിയത് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും അവിടെ തന്നെ കൂട്ടിയിടരുത്. നിന്റെ വീട്ടിൽ നിനക്ക് അല്ലാഹു റഹ്മത്ത് തരൂല. നീ അള്ളാന്റെ മുമ്പിൽ കരഞ്ഞു ദുആ ചെയ്തിട്ട് റഹ്മത്ത് അല്ലാഹു തആല തരൂല. രാത്രി കിടക്കാൻ വരുമ്പോ പുതപ്പങ്ങട്ട് എടുത്തിട്ട് നിലത്ത് വെച്ചിട്ട് 2 മിന്നലാ ഇതാ ചപ്പറൊക്കെ നേരെ കട്ടലിന്റെ ചോട്ടിക്കണ്ട് തട്ടിയാക്കും. അവിടെ തട്ടിയാക്കിയിട്ട് പിന്നെ അവിടെ കിടക്കും. പിറ്റേ ദിവസം നല്ല വിരിച്ച് കടന്നു. എന്നിട്ട് പിറ്റേ ദിവസം അതേപോലെ തന്നെ ആ പിരിപ്പ് മാറ്റി 2 കറക്കല പൊടിയുണ്ട് നിലത്ത്. 2 കറക്കെല്ലാം കറക്കിയിട്ട് ആ പൊടിയൊക്കെ കട്ടിന്റെ താഴത്ത് കണ്ടാക്കും. എന്നിട്ടോ വീണ്ടും നല്ലൊരു വിരിപ്പണ് വിരിച്ചു പിന്നെ അവിടെ കിടക്കും. ഇങ്ങനെ എല്ലാ ദിവസവും പഠിച്ചോനെ ഇങ്ങനെ ചെയ്യും. ആ വേസ്റ്റ് മുഴുവനും നിന്റെ കട്ടിലിന്റെ തായ്ഭാഗത്തുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മോനെ, നിന്റെ ജീവിതത്തിൽ അല്ലാഹു തആല നിനക്ക് റഹ്മത്ത് തരില്ല. റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങുന്നില്ലെന്ന് അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പിന്നെ വീട്ടിലെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങാനുള്ള കാര്യം എന്താ? നല്ല ബർക്കത്ത് ഉണ്ടാവാനുള്ള കാര്യം എന്താ? ഭാര്യയുടെ കൂടെ ഭർത്താക്കന്മാരെ സഹായിക്കുന്നുണ്ട്. എന്നാൽ നിന്റെ വീട്ടിൽ അല്ലാഹുവേ റഹ്മത്ത് വല്ലാതെ ഇറങ്ങുകയാണ്. ഭാര്യയുടെ ഒപ്പം നിന്നിട്ട് ഭർത്താവിനെ സഹായിക്കാൻ കഴിയണം. മനസ്സിലായോ? നിന്റെ കുടുംബത്തിൽ നിനക്ക് റഹ്മത്ത് കിട്ടണമെങ്കിൽ, നിന്റെ കൂടെ നിനക്ക് റഹ്മത്ത് കിട്ടണമെങ്കിൽ പടച്ച റബ്ബേ, ഭാര്യയോടൊപ്പം ഒന്ന് നിന്നുകൊണ്ട് ചെറുപ്പക്കാരാ നിന്റെ ഭാര്യയെ നീ ഒന്ന് സഹായിച്ചു കൊടുക്ക. നിന്റെ കുടുംബത്തിൽ അല്ലാഹ് റഹ്മത്ത് തരുമെന്ന് പ്രവാചകനാ പഠിപ്പിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ വീട്ടിൽ എങ്ങനെയാണ്? അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് പറയുന്നുണ്ട്, സ്വഹാബ, എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും കൂട്ടിന് നിൽക്കാറുണ്ട്. വിറക് വെട്ടാനാണെങ്കിൽ വിറക് പണിക്ക്, അടുക്കള പണിക്ക് വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടുനിന്നിട്ടുണ്ട്. ഇതായിരുന്നു പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകന്റെ അനുയായികളാണ് ഞാനും നിങ്ങളും. അപ്പൊ നമ്മളോ അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ആ
പ്രവാചകൻ അനുയായികളല്ലേ നമ്മള്? റസൂലുള്ള വരെ തന്റെ ഭാര്യയെ സഹായിച്ചിട്ടുണ്ട് വീട്ടില്. പിന്നെ നമ്മളോ? എന്നിട്ടാണോ നമ്മള്? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, നന്മയുണ്ടാകാനുമുള്ള കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുക, കുടുംബത്തിൽ ബറക്കത്തുണ്ടാകും. നമ്മൾ ഇങ്ങോട്ട് പിണങ്ങി നിൽക്കുന്നവർ നമ്മൾ അങ്ങോട്ട് പിണങ്ങണ്ട, അവരിങ്ങോട്ട് പിണങ്ങിക്കോട്ടെ. അവരിങ്ങോട്ട് പിണങ്ങിക്കോട്ടെ, നമ്മൾ അങ്ങോട്ട് പിണങ്ങണ്ട. എന്താവോ അവർക്ക് അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരോട് പോയിട്ടും പറയണ്ട, എന്നാ നമ്മൾ കഴിച്ചിലായി മക്കളെ, എന്നാ നമ്മൾ കഴിച്ചിലായി. അല്ലെങ്കിൽ നമ്മൾ പരാജയത്തിലാകുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇരു ലോകവും നഷ്ടപ്പെടും. അല്ലാഹ് ദുനിയാവിൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ സ്വത്തുക്കൾ അപഹരിച്ചാൽ, നമ്മളെ ബന്ധപ്പെട്ടവർ, ജ്യേഷ്ഠൻ അല്ലെങ്കിൽ സഹോദരി, ഇവരൊന്നും നമ്മുടെ സ്വത്തുക്കൾ നമുക്ക് തരുന്നില്ല. നമുക്ക് കിട്ടാ വാപ്പാന്റെ സ്വത്താ അല്ലെങ്കിൽ ഉമ്മാടെ സ്വത്താ, ഇത് ബന്ധപ്പെട്ടവർ തരുന്നില്ല. മോനെ, അവരെടുത്ത് പോയിട്ട് ഇപ്പൊ നിയമപരമായിട്ട് നമ്മൾ സമീപിച്ചു. അവർ പല കള്ള കേസുകളിൽ പല കള്ള ആധാരങ്ങളും മറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ കുടുക്കി വെച്ചിരിക്കുകയാണ്. നിനക്ക് എങ്ങനെ അത് കിട്ടാൻ നോക്കുന്നില്ല? എന്നാ നീ പടച്ച റബ്ബിനോട് പറ. അവര് കൊടുത്തിട്ട് കള്ള ആധാരങ്ങൾ ഉണ്ടാക്കിയിട്ട് കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചാൽ ചിലപ്പോ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞോളെന്ന് വരുന്നില്ല. അവരടിക്കാനും ഇടിക്കാനും അല്ല പോകേണ്ടത്. അള്ളാഹിനോട് പറ. നീ 100% ഉറപ്പാണ് ദുനിയാവെന്ന് തന്നെ അതിന്റെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടേ അവർ പോകുള്ളൂ. മനസ്സിലായോ? അനുഭവിച്ചിട്ടേ അവർ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ പോകുള്ളൂ. അവർക്ക് അസുഖങ്ങൾ അല്ലാഹു തആല കൊടുക്കണം. ആ പടം മുഴുവനും ദുനിയാവെന്ന് നമ്മുടെ സ്വത്ത്, ഒരു നമ്മുടെ വാപ്പാടെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ വാപ്പാടെ അനിയൻ, മറ്റുള്ളവർ അവർ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അനുഭവിക്കും, അവരുടെ മക്കൾ അനുഭവിക്കും, പേരമക്കൾ അനുഭവിക്കും. അവിടുന്ന് അങ്ങോട്ടുള്ള തലമുറകൾ മുഴുവനും അത് അനുഭവിച്ചിട്ട് ദുനിയാവെന്ന് അവർ വിട പറയുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വരുമ്പോ ഈ സമ്പത്ത് മുഴുവനും അല്ലാഹു തആല മാലയാക്കിയിട്ട് അവരുടെ കഴുത്തിൽ അല്ലാഹു തആല അണിയും. അവരതുകൊണ്ട് വലിച്ച് മഹ്ശറിലൂടെ നടക്കുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുകൾ മാത്രമല്ല, ആ ഭൂമിയുടെ ഭാഗം മുഴുവനും അല്ലാഹു തആല എടുത്തിട്ട് അവരുടെ കഴുത്തിൽ അണിയും. നാളെ പരലോകത്ത് അവരുടെ അവസ്ഥ ആലോചിച്ച്, ദുനിയാവിൽ ഇതൊക്കെ എന്റേതാണ്, ഞങ്ങളതാണ് എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് നിന്നാൽ അല്ലാഹ് നാളെ പരലോകത്ത് നിനക്ക് തരുന്ന ശിക്ഷയാ. എങ്കിൽ നിനക്ക് ആരെങ്കിലും നിന്റെ കൈവശം ഉണ്ടെങ്കിൽ കൊടുത്തു വീട്ടിക്കോ, നീ കൊടുത്തു വീട്ടിക്കോ. അല്ലെങ്കിൽ പടച്ചോ നിന്നെ വെറുതാക്കൂല, നിന്നെ അല്ലാഹു തആല നശിപ്പിക്കുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിനക്കല്ല രോഗം തരും, നിന്റെ മക്കൾക്കല്ല രോഗം തരും, നിന്റെ കുടുംബത്തിൽ അല്ലാഹു തആല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കുറച്ചു കാലം നീയൊക്കെ സുഖകരമായിട്ട് ജീവിക്കും, എന്നാ അല്ലാഹ് നിന്നെ അവസാനം ഒരു പിടുത്തം പിടിക്കാനുണ്ട്. നമ്മള് മീൻ പിടിക്കുന്ന സമയത്ത് അതിനിങ്ങനെ ഇങ്ങനെ കോർത്തിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും, ഇങ്ങനെ അയച്ചു കൊടുക്കും. മീനിന്റെ നമുക്കെന്താ മീനോട് സുഖം ഉണ്ടായിട്ടാ, നമുക്ക് സ്നേഹം ഉണ്ടായിട്ടാ, അവസാനം വെച്ചിട്ട് വലിയല്ലേ ആ അയച്ചു കൊടുക്കുന്നത് പോലെ അല്ലാഹ് കുറച്ചൊക്കെ നീ എന്ത് ചെയ്യുന്നു എന്ന് അയച്ചു തരും. അവസാനം നീ വീണ്ടും ധിക്കാരിയായിട്ട് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാതെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ അല്ലാഹ് നിന്നെ ഒരു പിടുത്തം പിടിക്കാനുണ്ട് മോനെ. ആ പിടുത്തം പിടിച്ചാ പിന്നെ അല്ലാഹ് വിടൂല. പിന്നെ നിന്റെ നാശം കണ്ടിട്ടേ അല്ലാഹു തആല നിന്നെ വിടൂ. നിന്റെ നാശം അടങ്ങിയിട്ട് അല്ലാഹു തആല വിടൂ. പിന്നെ നിനക്ക് മരിച്ചാലും മരിക്കുന്ന സമയത്തും നിനക്ക് ഈമാൻ കിട്ടൂല, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് നിന്നെ എത്തും. അവിടെയും നിനക്ക് സുഖമില്ല, മഹ്ശറിൽ നിനക്ക് സുഖമില്ല. നരകത്തിന്റെ കത്തിയാളുന്ന തീജ്വാലകളാണ് നിനക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, നിന്നെ കാത്തിരിക്കുന്നത് എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ദുനിയാവിൽ നീ അനുഭവിക്കടാ, പിന്നെ എന്താ പരലോകത്ത്? പിന്നെയാണോ പരലോകത്ത്? ദുനിയാവിൽ നിന്റെ നാശം തുടങ്ങി കഴിഞ്ഞു, പിന്നെ പരലോകത്തുള്ള അവസ്ഥ ആലോചിക്കുക. ഇത് നിനക്ക് സഹിക്കാൻ കഴിയോ? ഇത് നിനക്ക് സഹിക്കാൻ കഴിയോ? ഇല്ല. എന്ന അള്ളാന്റെ കോടതി നിനക്ക് വരാനുണ്ട് എന്ന് നീ ഒന്ന് ചിന്തിച്ചോ. അല്ലാഹു ബോധം നൽകട്ടെ. അല്ലാഹു തആല ബോധം നൽകട്ടെ.